നമുക്കൊരു മുട്ടയും കൂടി ചേർക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് നമ്മുടെ ഗോതമ്പ് ദോശ. ഗോതമ്പ് ദോശ എന്ന് പറയുമ്പോൾ മുഖം ചുളിയേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നോൺ വെജിറ്റേറിയൻസിന് മുട്ട ചേർക്കാം, ചിക്കൻ ചേർക്കാം, അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ മുട്ട മാത്രമേ ചേർത്ത് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിക്കനൊക്കെ കുക്ക് ചെയ്തതിൻ്റെ ബാക്കി നമ്മുടെ കറിയിലുള്ള ചിക്കൻ പീസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ബോൺലെസ് ആക്കി എടുത്തിട്ട് മുട്ടയ്ക്ക് പകരമായിട്ട് നമ്മുടെ ദോശയുടെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ ദോശയാക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും വ്യത്യാസം വരുത്താവുന്ന ദോശയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഒരു കാര്യം, നല്ല ചൂടോടുകൂടി കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഗോതമ്പ് ദോശ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഒരു സവോള എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 1/4 ഭാഗം മതി കേട്ടോ, ഇത് മുഴുവൻ വേണ്ട. എൻ്റെ കയ്യിൽ ചെറിയ സവോള ഇല്ലാത്തതുകൊണ്ട് വലിയ സവോള എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഒരു പച്ചമുളക് വേണം. എരിവിനനുസരിച്ച് നമുക്ക് മുളകിൻ്റെ അളവ് വ്യത്യാസം വരുത്താം. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ ആണെങ്കിലും ഒരു പകുതി മതി നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചില്ലി ഫ്ലേക്സ്, താല്പര്യമുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ്, പിന്നെ വെള്ളം. ഇത്രയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ സവോള ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തു, സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു, പച്ചമുളകും വേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ചേർക്കാം. ഇത് വേഗം മിക്സായി കിട്ടാനാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിസ്ക് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. അതിലും ഈസിയാണ് നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാറിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒരു കളറിന് വേണ്ടി അതുപോലെ തന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 3/4 കപ്പ് വെള്ളം ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. അതൊന്ന് അടിച്ചെടുത്തിട്ട് ബാക്കിയുള്ള വെള്ളം ചേർക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ദോശമാവിൻ്റെ ബാറ്റർ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഇതുപോലെയുള്ള കൺസിസ്റ്റൻസി ആയത്. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ബാറ്റർ. ഇതുണ്ട്, ഒട്ടും തന്നെ കട്ടയില്ലാതെ വന്നിട്ടുണ്ട്. ഒരുപാട് ലൂസായിട്ടുള്ള ഒരുപാട് തിക്കായിട്ടുള്ള ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതിലേക്ക് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. കാണാനൊരു ഭംഗിക്കും അതുപോലെ എരിവിനുമായിട്ടാണ് നമ്മൾ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ പച്ചമുളക് തന്നെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, കറിവേപ്പില. നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിയില ചേർക്കാം, അതുപോലെ ക്യാപ്സിക്കം ചേർക്കാം. പിന്നെ ചീര ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചീരയുടെ ഇല മാത്രമായിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഈ ക്യാരറ്റ് 3/4 ഭാഗം ചേർക്കുന്നുള്ളൂ കേട്ടോ, മുഴുവനായിട്ട് ചേർക്കുന്നില്ല. ക്യാരറ്റ് കൂടി പോരുതല്ലോ. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് തിന്നായിട്ടുള്ള ദോശയല്ല, കുറച്ച് തിക്നെസ് ഉള്ള ദോശയാണ്. ഒരുപാട് തിന്നായിട്ടുള്ള ദോശയാണെങ്കിൽ നമ്മൾ പ്ലെയിൻ ദോശ ഉണ്ടാക്കായിരിക്കും എളുപ്പം. പിന്നെ ഈ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് നമ്മളിങ്ങനെ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികളൊക്കെ ഗോതമ്പ് ദോശ നന്നായിട്ട് മൊരിച്ചു കൊടുത്തു കഴിയുമ്പോൾ കഴിച്ചോളും. പിന്നെ നമുക്കൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യാം, എരിവ് ചെക്ക് ചെയ്യാം. എരിവ് കുറവാണെങ്കിൽ വീണ്ടും ചില്ലി ഫ്ലേക്സ് ചേർക്കാം. നിങ്ങൾ കറിയുടെ കൂടെയാണ് കഴിക്കുന്നതെങ്കിൽ ഒരുപാട് എരിവ് വേണമെന്നില്ല, ചെറിയൊരു എരിവ് മതി. കറി ഇല്ലാതെയാണ് കഴിക്കുന്നതെങ്കിൽ ആവശ്യത്തിന് എരിവ് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഞാനൊന്ന് ഉപ്പൊക്കെ ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം. ഞാൻ എരിവിനായിട്ടൊന്നും ചേർക്കുന്നില്ല, ഉപ്പ് മാത്രം ചേർത്തൊന്ന് മിക്സ് ചെയ്യാണ്. ഇതിന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ തന്നെ ദോശ ഉണ്ടാക്കാം. നമുക്ക് ദോശ ഉണ്ടാക്കാനുള്ള പാൻ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ദോശ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ തടവുന്നത്. നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ എപ്പോഴും നെയ്യും ബട്ടറൊന്നും യൂസ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത്. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിലും ഒന്ന് എണ്ണ തടവി കൊടുക്കണം, അപ്പോഴേ കറക്റ്റായിട്ട് മുരിഞ്ഞൊക്കെ കിട്ടുള്ളൂ അടിഭാഗം.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ദോശയുടെ മാവ് ഒഴിച്ചു കൊടുക്കുക. കുറച്ചുകൂടി ലൂസാവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കി എടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു തിക്നെസ് ഉള്ള രീതിയിലാണ് ഇത് പരത്തുന്നത്. എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു തിക്നെസ് ഉള്ള രീതിയിൽ നമുക്ക് പരത്തി എടുക്കാൻ പറ്റുള്ളൂ, നമ്മുടെ ക്യാരറ്റും സവോളയും ഒക്കെ ഉള്ളതുകൊണ്ട്. ഒരുപാട് നൈസായിട്ട് പരത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം ഒഴിവാക്കിയതിന് ശേഷം പരത്തിയെടുക്കണം. അപ്പോൾ നമ്മുടെ പ്ലെയിൻ ഗോതമ്പ് ദോശയാവും. പൊതുവെ ആളുകൾക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ഗോതമ്പ് ദോശയായിപ്പോവും. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അടച്ചു വെച്ച് കുക്ക് ചെയ്യണമെന്നൊന്നുമില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ പ്ലെയിൻ ദോശയാണെങ്കിലും ഇതുപോലത്തെ വെജിറ്റബിൾ ദോശയാണെങ്കിലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് മൊരിച്ചെടുക്കുക. നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോഴാണ് ഗോതമ്പ് ദോശയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഗോതമ്പ് വെറുതെ കുക്കായ ആ ഒരു ഇത് വരുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് മൊരിച്ചെടുക്കുക എന്ന് പറയുന്നത്. ഇതിലേക്ക് തന്നെ ഇപ്പോൾ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് മുട്ട ചേർത്തിട്ട് വലിയ ആളുകൾക്കും കഴിക്കാവുന്നതാണ്, കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ്. മുട്ട ചേർത്തിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട മിക്സ് ചെയ്തിട്ടല്ല, മുട്ട മിക്സ് ചെയ്യാതെ തന്നെ നമുക്ക് മുട്ട മുകളിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി ഉപ്പൊക്കെ ഒന്ന് വിതറി കൊടുത്തിട്ട് മുട്ട ദോശയായിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ ഗോതമ്പ് ദോശ ഇതാ കുക്കായി തുടങ്ങുന്നുണ്ട്. നമുക്കിനി അടുത്ത സൈഡിലേക്ക് തിരിച്ചിടണം, ഒന്നുകൂടി ഒന്ന് കുക്കായി വരുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് വലിയ ദോശയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെജിറ്റബിൾസ് ചേർക്കാതെ കുറച്ചുകൂടി കുറച്ച് വെജിറ്റബിൾസ് ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒന്നുകൂടി ലൂസാക്കുക ബാറ്റർ. അതിനുശേഷം വലിയ ദോശയായിട്ട് ഉണ്ടാക്കാം. എങ്കിലും ഈ വെജിറ്റബിൾസ് ഉള്ളപ്പോൾ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. ഇനി ആ സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരണം. ഈ സൈഡ് മൊരിഞ്ഞിട്ടില്ല, ഈ സൈഡ് നമ്മൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് മൊരിച്ചെടുക്കും കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ദോശ ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വരും. പ്രസ് ചെയ്ത് കൊടുത്താലാണ് ആ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായി നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത്. നിങ്ങൾക്ക് മൊരിയുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത്രയും മതി കേട്ടോ. നമുക്ക് പ്ലേറ്റിലേക്ക് ദോശ മാറ്റാം. ഞാനപ്പോൾ മൊരിച്ചെടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. ഇപ്പോൾ കണ്ടോ ചെറിയൊരു ബ്രൗൺ സ്പോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ അടുത്ത സൈഡും കുക്കായി വരട്ടെ. നമ്മളിതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ദോശ ഇതാ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രൗൺ ആക്കിയിട്ടില്ല ഞാൻ, എങ്കിലും കഴിക്കാൻ പാകത്തിന് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ അടുത്ത ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ എണ്ണ തടവി കൊടുത്തതിന് ശേഷം മാത്രം അടുത്ത ദോശ ഉണ്ടാക്കാം കേട്ടോ. ഓരോ ദോശ ഉണ്ടാക്കുമ്പോഴും എണ്ണ തടവി കൊടുക്കുക. നമ്മുടെ പാനിൽ ഒട്ടും തന്നെ പിടിക്കാതെ ദോശ മൊരിഞ്ഞ് കിട്ടാനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് എണ്ണ തടവി കൊടുക്കാൻ പറയുന്നത്. ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് ഒരു മുട്ടയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോഴല്ല, ദോശ ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്കൊരു മുട്ടയും കൂടി ചേർക്കാം. ദോശയ്ക്ക് കറക്റ്റായിട്ട് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ കറക്റ്റ് ഷേപ്പിലേക്ക് ആക്കിയെടുക്കാൻ പറ്റാത്തത്. ഏകദേശം ഒരു ഷേപ്പ് ആക്കിയെടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. ഇനി ഈ ദോശ ഒന്ന് കുക്കാവട്ടെ. ഞാനിപ്പോൾ ചെറിയ ബർണറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ദോശ കുക്ക് ചെയ്തെടുക്കുന്നത്. വലിയ ബർണറിലേക്ക് മാറ്റുന്നില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ ചെറിയ ബർണറിലാണ് വെക്കുന്നത്. ഇനി ഈ സൈഡൊന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്തോളൂ. ഞാനിപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി വേഗം കുക്കായി കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന് കുറച്ച് എണ്ണ ഒന്ന് സൈഡിലൊക്കെ ഒന്ന് തടവി കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ എണ്ണ അപ്ലൈ ചെയ്ത് വന്നപ്പോൾ ഈ പാനിൻ്റെ സൈഡിലേക്ക് വന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വിട്ട് കിട്ടാനാണ് നമ്മൾ ഇതുപോലെ സൈഡിലേക്ക് എണ്ണ തടവി കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. ഈ ഗോതമ്പ് ദോശയുടെ ഈ ഒരു ഭാഗം കുക്കായതിന് ശേഷം മാത്രം നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. ദോശ കുക്കാവുന്നതിന് മുന്നേ മുട്ട പൊട്ടിച്ചൊഴിക്കരുത്, കറക്റ്റ് ആവില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല കളർഫുള്ളായിട്ടുള്ള ദോശയാകുമ്പോൾ കുട്ടികളും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചോളും. മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെങ്കിൽ ഈ ഒരു കളർ കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ ഗോതമ്പിൻ്റെ കളർ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് തന്നെ എപ്പോഴും ദോശ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ദോശ ദാ ഒരു 3/4 ഭാഗം കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇത് താല്പര്യമുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും
നമ്മൾ ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നത് നമ്മുടെ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർക്കുക. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുക. ഇങ്ങനെയാകുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റും ദോശയൊക്കെ. ഇനി ഇതൊന്ന് കുക്കായി തുടങ്ങട്ടെ. നമുക്ക് അടുത്ത സൈഡിലേക്ക് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം. മുട്ട ഒന്ന് കുക്കായി വന്നാൽ മതി, ഒരുപാട് അങ്ങോട്ട് ഓവറായിട്ട് കുക്കായി പോകണ്ട. നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടുമ്പോൾ മുട്ട കുക്കായി കിട്ടേണ്ടതാണ്. ഞാനൊന്ന് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടട്ടെ. അപ്പോൾ നമ്മൾ മുട്ട അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഈ ഭാഗം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ദോശയുടെ അടുത്ത സൈഡും കൂടെ ഒന്ന് കുക്കായി വരട്ടെ. ഇതപ്പോൾ നമുക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. ഒരു സൈഡ് മാത്രമേ, ഈ അടിഭാഗം മാത്രമേ നന്നായിട്ട് മൊരിച്ചെടുക്കാൻ പറ്റുള്ളൂ. രണ്ട് സൈഡും ഒരുപോലെ മൊരിച്ചെടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട വേഗം കുക്കായി കഴിയുമല്ലോ. അപ്പോൾ നമുക്കിനി പ്ലേറ്റിലേക്ക് മാറ്റാനേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. മുട്ട ഓവറായിട്ട് കുക്കായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മുടെ രണ്ട് രീതിയിലുള്ള ഗോതമ്പ് ദോശയും റെഡിയായി കഴിഞ്ഞു. മുട്ട ചേർത്തിട്ടുള്ളതും മുട്ട ചേർക്കാതെ ഉള്ളതും. അപ്പോൾ വെജിറ്റേറിയൻസിന് ഇതുപോലെ നമ്മുടെ മുട്ട ചേർക്കാതെയുള്ള ദോശ ഉണ്ടാക്കാം. ഈ ഒരു ദോശ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചൂടോടുകൂടി കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചൂട് മാറിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗോതമ്പ് ദോശ എങ്ങനെ ഉണ്ടാക്കിയാലും ടേസ്റ്റ് കുറവ് തന്നെയായിരിക്കും. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഗോതമ്പ് ദോശ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾക്കൊക്കെ മറക്കാതെ ഒരു ലൈക്കും കൂടി തരണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കി നോക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.